Hello, this is Robin, your language trainer. നമ്മൾ ഇന്ന് പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 21ാം ഭാഗത്തിലേക്കാണ്. ശ്രദ്ധിക്കുക, മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ യാത്രകൾ ചെയ്യുമ്പോഴും ജോലി സ്ഥലങ്ങളിലും മറ്റ് സിറ്റുവേഷൻസിലുമൊക്കെ ഉപയോഗിക്കേണ്ട ഇംഗ്ലീഷ് യൂസേജസ് പഠിക്കുക എന്നതാണ്. അതായത് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഒന്നും കാര്യമായിട്ടില്ലാതെ തന്നെ ഈസി ആയിട്ട് ഉപയോഗിക്കേണ്ട ഇംഗ്ലീഷ് യൂസേജസ് പഠിക്കുക എന്നതാണ് ഈ ട്രെയിനിങ് സെഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്. ഇന്നത്തെ ടോപ്പിക് വൈ ക്വസ്റ്റ്യൻസ് ആണ്. WHY ക്വസ്റ്റ്യൻസ്. ഓക്കെ, വൈൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ട്. നമുക്ക് എക്സാമ്പിൾസിലേക്ക് കടക്കാം. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. നീ എന്താ ഇവിടെ? വൈ ആർ യു ഹിയർ? ഇതെപ്പോഴും നമ്മൾ ചോദിക്കുക. ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു, മേ ബി ഒരു ഷോപ്പിംഗ് മോൾ വെച്ച് കാണുന്നു. അവനെ അവിടെ കാണുമെന്ന് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ ചോദിക്കുക, നീ എന്താ ഇവിടെ? നീ എന്തുകൊണ്ട് ഇവിടെ വന്നു, അല്ലെങ്കിൽ നീ എന്താ ഇവിടെ? വൈ ആർ യു ഹിയർ? നീ എന്നുള്ള വാക്കെന്താ? യു. ഇവിടെ ഹിയർ. എന്തുകൊണ്ട്? വൈ. നീ എന്താ ഇവിടെ? നമ്മൾ എന്തുകൊണ്ടെന്ന് എടുത്ത് പറയാറില്ല. നീ എന്തുകൊണ്ടാണ് ഇവിടെ എന്ന് ചോദിക്കത്തില്ല. നീ എന്താ ഇവിടെ? വൈ ആർ യു ഹിയർ. നമ്മൾ അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് മിണ്ടാതിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ആരോട് മിണ്ടാതിരിക്കുകയാണ്, നിശബ്ദമായിട്ടിരിക്കുകയാണ്, ആരോട് സംസാരിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ അവനോട് ചോദിക്കുക, നീ എന്താ ഇത്ര നിശബ്ദനായിട്ടിരിക്കുന്നത്? വൈ ആർ യു സോ ക്വൈറ്റ്? നീ എന്താ ഇത്ര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? നീ എന്താ ആരോടും മിണ്ടാതിരിക്കുന്നത്? എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം. ഇന്ന് അവന് മുഖം കണ്ടിട്ട് വളരെ സന്തോഷമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നിനക്കെന്താ ഇന്ന് ഇത്ര സന്തോഷം? വൈ ആർ യു സോ ഹാപ്പി ടുഡേ? നിനക്ക് എന്താണ് ഇന്ന് ഇത്ര സന്തോഷം? എന്തുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ എന്താണെന്ന് പറയുക. വൈ ആർ യു സോ ഹാപ്പി ടുഡേ? സോ ഹാപ്പി, ഇത്ര സന്തോഷം, ഒരുപാട് സന്തോഷം. വൈ ആർ യു സോ ഹാപ്പി ടുഡേ? നിനക്ക് എന്താ ഇന്ന് ഇത്ര സന്തോഷം? ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാധാരണ ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. സാധാരണ പോകുന്നതിനേക്കാളും വളരെ നിശബ്ദമായിട്ട് തോന്നി അവിടെ. കാരണം ആ ഒരു സ്ഥലത്ത് ഒരു അനക്കവും ഇല്ല, വളരെ നിശബ്ദത തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഇതെന്താ ഇവിടെ ഇത്ര നിശബ്ദത? വൈ ഈസ് ഇറ്റ് സോ ക്വൈറ്റ് ഹിയർ? അതെന്താ അങ്ങനെ? ഓക്കെ, വൈ ഈസ് ഇറ്റ്? എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര നിശബ്ദത? ഇതെന്താ ഇവിടെ ഇത്ര നിശബ്ദത? വൈ ഈസ് ഇറ്റ് സോ ക്വൈറ്റ് ഹിയർ? അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. ഒരാൾ സ്ഥിരമായിട്ട് ഓഫീസിൽ വൈകി വരാറുണ്ട്. അതുകൊണ്ട് അയാളുടെ സൂപ്പർവൈസർ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ എന്നും വൈകി വരുന്നത്? അല്ലെ എന്തുകൊണ്ടാണ്? വൈ ഡു യു കം ലേറ്റ് എവറി ഡേ? ഇവിടെ കുറച്ച് ഗ്രാമറുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ബേസിക്സ് തൊട്ടൊക്കെ പഠിക്കണം, ടെൻസസ് ഒക്കെ പഠിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അടിസ്ഥാനം തൊട്ട് പഠിക്കേണ്ടവർക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കംപ്ലീറ്റ് ക്ലാസ്, ഗ്രാമർ ക്ലാസ് അവിടെയുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ് മലയാളത്തിൽ ആലോചിക്കുന്ന ഇംഗ്ലീഷ് കിട്ടാനും ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള സ്കിൽസിൻ്റെ ട്രെയിനിങ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ ഡൗട്ട്സ് വരാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കമൻസിൽ മെൻഷൻ ചെയ്യുക. പരമാവധി എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഒരാൾ സ്ഥിരം വൈകി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൈകി വരാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു കംപ്ലൈൻറ്റ്. ഒരു കാര്യം പതിവായി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് ഡു യു പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ് അല്ലെങ്കിൽ V1 ഫോം ഓഫ് വേർബ്. നിങ്ങൾ എന്തെങ്കിലും പതിവായി ചെയ്യാറുണ്ടോ? അതുപോലെ നിങ്ങൾ വൈകി വരാറുണ്ടോ? ഡു യു കംപ്ലൈൻറ്റ്. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നും വൈകി വരുന്നത്? നീ എന്താണ് എന്നും വൈകി വരുന്നത്? വൈ ഡു യു കംപ്ലൈൻറ്റ്? അതുപോലെ ഈ സിറ്റുവേഷൻ, അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒരാൾ വൈകി വന്നു. എന്നും വൈകി വരാറില്ല, ഇന്ന് മാത്രം വൈകി വന്നു. അപ്പോൾ അയാളുടെ സൂപ്പർവൈസർ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇന്ന് വൈകി വന്നേ? വൈ ഡിഡ് യു കം ലേറ്റ് ടുഡേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് വൈകി വന്നത്? നീ എന്താണ് ഇന്ന് വൈകി വന്നത്? വൈ ഡിഡ് യു കം ലേറ്റ്? ഇവിടെ ഡിഡ് വരാൻ എന്താ കാരണം? ഒരു കാര്യം നിങ്ങൾ നേരത്തെ ചെയ്തോ എന്നൊരാളോട് ചോദിക്കാനാണ് ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകി വന്നോ? ഡിഡ് യു കം ലേറ്റ്? അവനെ വിളിച്ചോ? ഡിഡ് യു കോൾ ഹിം? അവിടെ പോയോ? ഡിഡ് യു ഗോ ദർ? അതുപോലെ വൈകി വന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് യു കം ലേറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകി വന്നത്? വൈ ഡിഡ് യു കം ലേറ്റ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇതും കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറുണ്ട്. നിങ്ങളെല്ലാവരും മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കുക. വൈ ഡിഡ് യു കം ലേറ്റ്? നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകി വന്നത്? നീ എന്തിനാ എന്നും എന്നെ വിളിക്കുന്നത്? വൈ ഡു യു കോൾ മീ എവറി ഡേ? വൈ ഡു യു കോൾ മീ? കാരണം എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ നമുക്ക് വൈ ഡു യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വൈ ഡു യു കോൾ മീ? ഓക്കെ, അതുപോലെ അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. എൻ്റെ ഫ്രണ്ട് എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ആ സമയത്ത് ബിസി ആയിരുന്നു, കാരണം ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, സോ ഐ കുഡ്ന്റ് അറ്റൻഡ് ഹിസ് കോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്നെ തിരിച്ചു വിളിച്ചു. ഐ കോൾഡ് ഹിം ബാക്ക്.
എന്നിട്ട് അവളോട് എന്താ ചോദിച്ചേ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? എങ്ങനെ പറയുക, നിങ്ങൾ ട്രൈ നോക്കിയേ. നീ എന്തിനാണ് എന്നെ വിളിച്ചത്? വൈ ഡിഡ് യു കോൾ മീ, വൈ ഡിഡ് യു കോൾ മീ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? നിങ്ങൾ എന്തിനാണ് ഒരു കാര്യം നേരത്തെ ചെയ്തതെന്ന് ചോദിക്കാനാണ് വൈ ഡിഡ് യു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വെർബ് അല്ലെ ബേസ് ഫോം ഓഫ് വെർബ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, വൈ ഡിഡ് യു കോൾ മീ, വൈ ഡിഡ് യു കോൾ മീ, വൈ ഡിഡ് യു കോൾ മീ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അടുത്തത്, ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കുട്ടി കരയുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, നീ എന്തിനാ കരയുന്നേ, നീ എന്തിനാ കരയുന്നേ? വൈ ആർ യു ക്രൈയിങ്, വൈ ആർ യു ക്രൈയിങ്, നിങ്ങൾ എന്തിനാണ് അല്ലെ എന്തുകൊണ്ടാണ് ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത്, എന്തിനാണ് ഒരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനാണ് വൈ ആർ യു പ്ലസ് ING ഫോം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇതും കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാത്തവർ മറക്കാതെ ചെക്ക് ചെയ്യുക. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ് സ്കിൽസൊക്കെ അത്യാവശ്യം ഒരു ബേസിക് സ്കിൽസ് ഉണ്ടെങ്കിലും സ്പീക്കിംഗ് ഒട്ടും അറിയില്ലെങ്കിൽ പോലും ബേസിക് തൊട്ട് പഠിക്കാം, ഓർഡറായിട്ട് കണ്ട് പഠിക്കുക, ഡൗട്ട്സ് കൊണ്ട് മറക്കാതെ ചോദിക്കുകയും ചെയ്യുക. ഓക്കെ, സോ വൈ ആർ യു ക്രൈയിങ്, നീ എന്തിനാ കരയുന്നേ, നീ എന്തിനാ കരയുന്നേ? ഓക്കെ, വൈ ആർ യു ഡിസ്റ്റർബിങ് ഹിം, ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ശല്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്താ ചോദിക്കുക അവനോട്, നീ എന്തിനാണ് അവനെ ശല്യം ചെയ്യുന്നത്, നീ എന്തിനാണ് അവനെ ശല്യം ചെയ്യുന്നത്? വൈ ആർ യു ഡിസ്റ്റർബിങ് ഹിം, വൈ ആർ യു ഡിസ്റ്റർബിങ് ഹിം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു കാര്യം മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞു, ഒരു കാര്യം മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ അവനത് അവൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, അവൻ ആ കാര്യം അവൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ ആ കാര്യം അറിഞ്ഞു, ഇവൻ പറഞ്ഞെന്നറിഞ്ഞു, ഇവനോട് പറയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇവനെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അതിനെപ്പറ്റി അവനോട് പറഞ്ഞത്? പറയുക എന്ന വാക്കെന്താ? ടെൽ. ടോക്കല്ല, പലരും ടോക്ക് എന്ന് പറയും, പറയുക എന്നുള്ള ടെല്ലാണ്. ഓക്കെ, ടോക്ക് മീൻസ് സംസാരിക്കുക. അപ്പോൾ നീ എന്തിനാണ് ആ കാര്യം, നീ എന്തിനാണ് അതിനെപ്പറ്റി അവനോട് പറഞ്ഞത്, നീ എന്തിനാണ് അതിനെപ്പറ്റി അവനോട് പറഞ്ഞത്? വൈ ഡിഡ് യു ടെൽ ഹിം അബൌട്ട് ദാറ്റ്, വൈ ഡിഡ് യു ടെൽ, നീ എന്തിനാണ് ഒരു കാര്യം നേരത്തെ ചെയ്തതെന്ന് ചോദിക്കാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ? വൈ ഡിഡ് യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് അല്ലെ ബേസ് ഫോം ഓഫ് വേർബ്. ഓക്കെ, വൈ ഡിഡ് യു ടെൽ ഹിം അബൌട്ട് ദാറ്റ്, വൈ ഡിഡ് യു ടെൽ ഹിം അബൌട്ട് ദാറ്റ്, നീ എന്തിനാണ് അതിനെപ്പറ്റി അവനോട് പറഞ്ഞത്? വൈ ഡിഡ് യു ടെൽ ഹിം അബൌട്ട് ദാറ്റ്. അതുപോലെ ഒരാൾ എൻ്റെ പുസ്തകം എൻ്റെ അനുവാദമില്ലാതെ എടുത്തു, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു പുസ്തകം എന്നോട് ചോദിക്കാതെ എടുത്തു, അല്ല എൻ്റെ അനുവാദമില്ലാതെ എടുത്തു. മേ ബി എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താ ചോദിക്കുക, നീ എന്തിനാണ് എൻ്റെ പുസ്തകം എൻ്റെ അനുവാദമില്ലാതെ എടുത്തത്, നീ എന്തിനാണ് എൻ്റെ പുസ്തകം എടുത്തത്? എങ്ങനെ ചോദിക്കും നമ്മൾ? നേരത്തെ അതേ ഫോർമാറ്റാണ്. വൈ ഡിഡ് യു ടേക്ക് മൈ ബുക്ക് വിത്തൗട്ട് മൈ പെർമിഷൻ, നീ എന്തിനാണ് എടുത്തത്? വൈ ഡിഡ് യു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഫസ്റ്റ് ഫോം ഓഫ് വേർബ് ടേക്ക്, എടുക്കുക എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. വൈ ഡിഡ് യു ടേക്ക് മൈ ബുക്ക്, നീ എന്തിനാണ് എൻ്റെ പുസ്തകം എടുത്തത്? വൈ ഡിഡ് യു ടേക്ക് മൈ ബുക്ക് വിത്തൗട്ട് മൈ പെർമിഷൻ, എൻ്റെ അനുവാദമില്ലാതെ നീ എന്തിനാണ് എൻ്റെ പുസ്തകം എടുത്തത്? ഓക്കെ, അടുത്തത്, ഞാൻ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നത് കണ്ടു, ഞാൻ സ്കൂട്ടർ നിർത്തിയിട്ട് അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്, നീ എന്തിനാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്, അല്ല നീ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? എങ്ങനെ ചോദിക്കും? വൈ ആർ യു വെയിറ്റിംഗ് ഹിയർ, ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു കാര്യം ചെയ്യുന്നതല്ലേ ചോദിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ആപ്ലിക്കേഷനാണ് വൈ ആർ യു പ്ലസ് ING ഫോം ഓഫ് വേർബ്. ഓക്കെ, സോ വൈ ആർ യു വെയിറ്റിംഗ് ഹിയർ, നീ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? വൈ ആർ യു വെയിറ്റിംഗ് ഹിയർ, നീ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ വൈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഷോർട്ട് ട്രെയിനിങ് സെഷനാണ് കഴിഞ്ഞത്. ഞാൻ മാക്സിമം റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ് എക്സാമ്പിൾസാണ് പറഞ്ഞത്. ഇതാരും കാണാൻ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സൊക്കെ റെഡിമെയ്ഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കംപ്ലീറ്റ് കോഴ്സിന് സിലബസ് ബേസ്ഡ് മലയാളം ട്രാൻസ്ലേഷനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് അവൈലബിൾ ആണ്. PDF ഫോർമാറ്റിന് 200 രൂപ വരുന്നത്. ഒറിജിനൽ ബുക്കിന് കേരളത്തിനുള്ളിൽ ഷിപ്പിങ്ങിന് 300 രൂപ ബുക്കിന് വരുന്നുണ്ട്. ഷിപ്പിംഗ് ചാർജ് അടക്കം 350 രൂപ സ്പീഡ് പോസ്റ്റിൽ ഷിപ്പിംഗ് വരുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ നമുക്ക് 400 റുപ്പീസ്, 300 ബുക്കിന് 100 രൂപ ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട്. അപ്പോൾ ബുക്സ് വാങ്ങി പഠിക്കണം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കുക. ഓക്കെ, ഇതുകൂടാതെ ബുക്സ് കൂടാതെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സസും അവൈലബിൾ ആണ്. 500 രൂപ തുടങ്ങുന്ന കോഴ്സസ് ഉണ്ട്. ജസ്റ്റ് 500 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് പഠിക്കാനൊന്നും ടൈമില്ല, സ്വന്തമായിട്ടൊരു കോഴ്സ് ഒരു ഓർഡറായിട്ട് വേണം, എക്സാംസ് അടക്കമുള്ള കോഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് ഒരു ഡിജിറ്റൽ കോഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ PDF 200 രൂപയുടെ PDF ബുക്ക്, ഈ ബുക്ക് PDF ഫോർമാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതിൽ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ഇതാണ്: മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ, ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടണം, റൈറ്റ് ടൈമിൽ സിമ്പിൾ വേർഡ്സ് കിട്ടണം, ഒരാളോട് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പഠിക്കാൻ വളരെ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഒന്നുകിൽ ബുക്ക് ഓർഡർ ചെയ്യാം, യൂട്യൂബ് കൂടെ നോക്കി പഠിക്കാം. അതല്ല റെഡിമെയ്ഡ് കോഴ്സ് കൂടെ വേണം, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അതിൽ കണ്ടൻസ് വരുന്നത് ഇതൊക്കെയാണ്: ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, ബേസിക് വേർഡ്സ് 100 എണ്ണം ഉണ്ട്,
പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഫോംസാണ് കൊടുത്തേക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറാണ്, ഗ്രാമർ റൂൾ ബേസ്ഡ് അല്ല, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറാണ്, ട്രാൻസ്ലേഷൻ ബേസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസിൽ സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് 100 മാർക്കിൻ്റെ അതിനെ ബേസ് ചെയ്ത് 10 എക്സാംസ് അതിൽ വരുന്നുണ്ട്. അതിൻ്റെ ആൻസർ കീസും ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ്. സ്റ്റുഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ഓഡിയോ ക്ലാസ്സാണ്, കേട്ട് പഠിക്കുന്ന ക്ലാസ്സാണ്, സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്താണ്. ഹൈ ക്വാളിറ്റി റെക്കോർഡ് ഓഡിയോ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 500 റുപ്പീസാണ് വരുന്നത്. കംപ്ലീറ്റ്ലി വാട്സാപ്പ് വഴി അയച്ചു തരും. അതിൻ്റെ തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇ ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇത് കൂടാതെ പേഴ്സണൽ ട്രെയിനറിൻ്റെ അസിസ്റ്റൻസ് ഉള്ള കോഴ്സുണ്ട്. ഈ 500 രൂപയുടെ സെയിം റെക്കോർഡ് ഓഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. അതിൽ നിങ്ങൾക്ക് ഞാൻ 10 എക്സാംസ് ഉണ്ട്, ഞാൻ തന്നെ കണ്ടക്ട് ചെയ്ത് തരും. നിങ്ങൾ എക്സാംസ് എഴുതി അയച്ചു തരുമ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി വോയിസ് ചാറ്റ് വഴിയാണ്, വാട്സാപ്പ് വോയിസ് ചാറ്റ് വഴിയാണ് അറ്റ് പ്രസൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. സെൽഫായിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ എല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ പഠിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ്സ് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റാവുന്ന പരമാവധി ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് വലിയ ഡൗട്ട്സ് ആണ്, ഒരുപാട് വലിയ പാരഗ്രാഫായിട്ട് എഴുതാൻ പറ്റില്ല. ചെറിയ ഡൗട്ട്സൊക്കെ പറ്റാവുന്ന സാധാരണ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരും. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് പഠിച്ച എന്തെങ്കിലും യൂസേജസോ സെൻറ്റൻസോ ഇവിടെ എഴുതുക. അത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. ഓക്കെ, ഇതുവരെ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ മുഴുവൻ കണ്ടു എന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ വാച്ച്ഡ് ദ വീഡിയോ കംപ്ലീറ്റ്ലി എന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുവാണെങ്കിൽ അത് വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനും എനിക്കും വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഭാവിയിലും വളരെ ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ എനിക്കത് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. ചാനലിനെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടണുണ്ട്. താങ്ക്സ് ബട്ടൺ വീഡിയോയുടെ അടിയിലുണ്ട്. താല്പര്യമുണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കോഴ്സസിൻ്റെയും ബുക്സിൻ്റെയും ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡൽ ക്ലാസ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെയൊക്കെ മോഡൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ബുക്സിൻ്റെ സാമ്പിൾ പേജസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയും ചെയ്യാം. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യാം. So that's all for today. I'll be back with the next training session soon. Bye.